ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആവശ്യമുള്ളത് ഉള്ളിയാണ്. അത് വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് കടലപ്പൊടി, പിന്നെ വലിയ സൈസിൽ തന്നെ കട്ട് ചെയ്ത തക്കാളിയും. ഫസ്റ്റ് നമുക്ക് പാന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് കടലപ്പൊടി ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് വറുത്തിങ്ങെടുക്കാം. പാനിൽ ഒന്നും ഇടാണ്ട് തന്നെ ഞാൻ വറുത്തെടുക്കുന്നത്, വേഗം വറുത്ത് കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ലോണം സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വറുത്ത് പിന്നെ ഇത് നമുക്ക് വേറെ പാത്രത്തിൽ വെക്കാം. പിന്നെ പാനിൽ കുറച്ച് ഓയിലിട്ട് അതിൻ്റെ അകത്ത് ജീരകം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി അതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളി ഇട്ടെടുക്കാം. ഞാൻ 2 വെളുത്തുള്ളിയാണ് ഇടുന്നത്. പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ഇട്ടെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയോ, ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. മസാലയെല്ലാം നല്ലോണം ഒന്ന് ആയതിനു ശേഷം നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഈ മസാലയെല്ലാം വേഗം നല്ല രീതിയിൽ കുക്കായി കിട്ടും. ഇപ്പോൾ ഇവിടെ തക്കാളിയും ചെറുങ്ങനെ ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കടലപ്പൊടി ഇട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ ഓയിൽ ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം കടലപ്പൊടി ഓയിൽ ഫുൾ അബ്സോർബ് ചെയ്യുമെന്ന്. അതുമാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് എൻഹാൻസും ആയി കിട്ടും. ലാസ്റ്റായിട്ട് നമുക്ക് മേലെ കുറച്ച് കറിച്ചപ്പിട്ട് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ആക്കാം. കറിച്ചപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇടാം, ഞാൻ ലാസ്റ്റ് ഇട്ടതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.